പുള്ളിയുടെ ഒരു മനസ്സെന്ന് പറയുന്നത് ആര് പറഞ്ഞാലും വിശ്വസിക്കും. അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു. നിഷ്കളങ്കനെന്ന് മാത്രമല്ല, ഒരു ചെറിയൊരു കുറുമ്പ് വേദനിക്കെന്ന് പറഞ്ഞാൽ പുള്ളിനോട് സഹിക്കാൻ. അപ്പോൾ പുള്ളിയെ ആർക്ക് വേണമെങ്കിലും പറ്റിക്കാൻ എളുപ്പമുള്ള ഒരു വകയാണ്. ഞാൻ വേറൊന്നുകൊണ്ട് പറയുന്നതല്ല, അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു. അതായത് ഈ ഇത്രയും പൊസിഷനായിട്ടും സ്വന്തമായിട്ടൊരു ഒരു എന്താ പറയുന്നത്, ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമുക്ക് പറ്റിയ നഷ്ടം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റും. പലരും പുള്ളീനെ കരുവാക്കി പല കാര്യങ്ങളൊക്കെ. പുള്ളി ഏത് ലെവലിൽ ഇന്ന് റഹ്മാൻ സാറ് വരെ ബഹുമാനിക്കേണ്ട ഒരാളും അതിനപ്പുറം പോകേണ്ട ഒരാളും അത്രയും ടാലൻ്റായി സ്വഭാവത്തിലായാലും കഴിവിലായാലും. അപ്പോൾ ആ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോട് പറയാം. എന്തൊക്കെ കേസ് നടക്കുന്നുള്ളതെന്നൊക്കെ അറിഞ്ഞിരിച്ച് അതിൻ്റെ ഭാഗ്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്താണെന്നുള്ളത്. അതൊക്കെ ദൈവം ഒരു നല്ലൊരു വിധി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സത്യങ്ങളൊക്കെ ഒരു നാൾ പുറത്ത് വരുന്നതിന് സാർ വിശ്വസിക്കുന്നുണ്ട്? വരട്ടെ, സത്യങ്ങളുണ്ടെങ്കിൽ പുറത്ത് വരണം. കാരണം വെച്ചാൽ എനിക്ക് നമ്മൾ ഇടപഴകലിലുള്ള സ്വഭാവം ഞാൻ 2 വർഷമേ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടും പുള്ളിയായിട്ട് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. കാരണം പുള്ളി അങ്ങനെ ഒരു മനുഷ്യനെ പോലും ഒരു ചീ പോകുന്നുള്ള വാക്ക് പുള്ളിയുടെ വായിന്ന് വന്നിട്ടില്ല. അങ്ങനെ ഒരു മനസ്സുകാരൻ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്തോ നമുക്കൊന്നും പറയാനില്ല. പുള്ളി നമ്മൾ സാർ കണ്ടപ്പം മുതൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വലിയൊരു ആളായതിനു ശേഷം ആ മനസ്സ് പുള്ളി കല്യാണം കഴിഞ്ഞു ഒക്കെ പോയ തന്നെയും മക്കളൊക്കെ ആയ തന്നെയും പുള്ളിയുടെ സ്വഭാവത്തിൽ മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനൊരിക്കൽ മ്യൂസിയത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ പുള്ളി അതുവഴി കാറിന് പോകുമായിരുന്നു. എന്നെ കണ്ടിട്ട് കാർ അവിടെ ഒതുക്കിയിട്ട് ഓടിക്കൊണ്ടുവന്നു. എന്നിട്ട് കാലി തൊട്ട് തൊടു. എവിടെ? മ്യൂസിയം ജംഗ്ഷനിൽ കുറച്ചപ്പുറത്ത് മറ്റേ റവന്യൂ ഓഫീസൊക്കെ ഇരിക്കുന്നില്ല, എൻ്റെ അവിടെ കാർ ഒതുക്കിയിട്ട് കാലി തൊട്ട് തൊടു. ഞാൻ കണ്ടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു മനസ്സിന് എളിമയുള്ള ആൾ. പക്ഷെ ഇങ്ങനെ സംഭവിച്ചത് നമുക്ക് ആരോട് പറയാം? ഇത്രേ പറയാം. എല്ലാവർക്കും ഒരു ഷോക്ക് തന്നെയായിരുന്നു. എല്ലാവർക്കും ഷോക്ക്, വേൾഡിൽ എല്ലാവർക്കും ഷോക്കാണ്. ഇങ്ങനെ ഒരു പ്രതിഭ ഇത്രയും അകാലത്തിൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കതാണ്. ഇവരൊക്കെ വാസ്തവത്തിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നതാണ്. ആ ഓർമ്മകളെങ്കിലും വെച്ച് ഇങ്ങനെ നല്ല കാര്യം ചെയ്യാമെന്നുള്ള കാര്യത്തിലാണ് ഈ അരുണൊക്കെ ശ്രമിക്കുന്നത്. ഞാൻ എപ്പോഴും ഫുൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതൊരു നഷ്ടം തന്നെയാണ്. എല്ലാ വേറെ